വിശാലമായ ഐക്യമാണ്, കൂട്ടുപിടിക്കലാണ്. അല്ലാതെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾക്കറിയാലോ, ബഹുമാനപ്പെട്ട ശാരിയാത്തിനെ പോലെയുള്ള മഹാന്മാർ കാഫറാണ് വിധി വരണമെന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട അല്ലാമ കുത്തുബിത്തങ്ങളെ പോലുള്ള മഹാന്മാർ പറഞ്ഞത് അങ്ങനെ പറയരുത്. ഭൂരിപക്ഷം നോക്കിയിട്ട് അവരുടെ സുപ്രവർത്തനം കൊണ്ട് ഒരാളെ കാഫറാക്കുന്നതിനേക്കാൾ അപ്പുറം അതല്ല നല്ലത്, കൂട്ടുപിടിക്കുകയാണ്, അവരുടെ ആ കുഫിരത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് വാപ്പ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ നിസ്സാരമായ പ്രശ്നവും മറ്റും പറഞ്ഞ് വിദ്യുത്തും മറ്റും ആക്ഷേപിച്ച് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം നമ്മൾ അത് ചേർത്ത് പിടിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും മറ്റൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോ എല്ലാ മേഖലകളിൽ നിന്നും നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി ഇവിടെ കാതോർത്ത് നിൽക്കുമ്പോ നമ്മൾ അനൈക്യം സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളെ ഇതിനേക്കാൾ വലിയ അക്രമങ്ങളും കൊടിയ പീഡനങ്ങൾക്കുമൊക്കെ മുസ്ലിം സമുദായം ഇരയായിക്കൊണ്ടിരുന്ന വലിയ ഒരു കാലം തരണം ചെയ്തു വന്നവരാണ് ഞാനും നിങ്ങളും നമ്മുടെ പൂർവികരും. ഇപ്പോൾ ഒരു ഓഗസ്റ്റ് 15 കഴിഞ്ഞു പോയപ്പോൾ നമ്മളെല്ലാവരും അനുസ്മരിച്ചുള്ള ബഹുമാനപ്പെട്ട പാണക്കാട് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ സഹിച്ച ത്യാഗം എത്രയായിരുന്നു. അതിൻ്റെ 100-1 നമ്മളിപ്പോൾ ഇവിടെ അനുഭവിക്കുന്നൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇന്ത്യ ഫാസിസം എന്നൊക്കെ പറഞ്ഞ് ഫാസിസം അടുക്കളയിലെത്തിയിട്ടുണ്ട്, ചോറ്റുപാത്രം എടുത്ത് തുറന്ന് തിന്നാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ആ പറഞ്ഞുള്ള പേടിപ്പിക്കലൊന്നും എവിടെ യേശൂല. നിങ്ങളെ വിഷയം എന്താണ്? അപ്പോൾ നിങ്ങളെന്ത് പറഞ്ഞു? ഇവിടെ പൂർവികർ മുജാഹിദ് വിഭാഗം കാഫിറാണ് എന്ന് വിധി എഴുതേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അത് വേണ്ട, അങ്ങനെ പുറത്തേക്ക് തള്ളിയിടണ്ട, പരമാവധി കൂട്ടിപ്പിടിച്ച് അവരെ നന്നാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കുക. കുഫറിലേക്ക് പോകുന്നവരെ നന്നാക്കാൻ നോക്കണം. ഇവിടെ എന്തിനപ്പോൾ തങ്ങൾ ഈ വിഷയം പറഞ്ഞത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമ CAC-ക്കെതിരെ നിലപാടെടുത്തു. ആ നിലപാടിൻ്റെ ഒപ്പം നിൽക്കാൻ തങ്ങൾക്ക് വയ്യ. തങ്ങൾ സുഹാബികളെ തൃപ്തിപ്പെടുത്താനും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനും ഉള്ള പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സമസ്തക്കാർക്കൊരു നിലപാടേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതൊക്കെ ഇങ്ങനെ കുട്ടികളായ ഞങ്ങൾ പറയുന്നതിൽ വലിയ വിഷമമുണ്ട്. സമസ്ത ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ പാറ പോലെ ഉറച്ചു നിൽക്കാൻ കഴിയണം. ഇല്ലെങ്കിൽ എന്താ തങ്ങളെ, പലരെയും കണ്ടിട്ടില്ലേ നമ്മൾ, ഓരോ പ്രദേശത്തിൻ്റെയും ആത്മീയ മുഖങ്ങളായി ജനങ്ങൾ നെഞ്ചേറ്റിയിരുന്നവർ, ഓരോ നാടിൻ്റെയും ആത്മീയ മുഖങ്ങൾ, അവസാന വാക്കുകൾ. അതൊക്കെ ഇപ്പോൾ അവസാന വാക്ക് പറയും, പിന്നെ അതിനെ തൊട്ടപ്പുറത്ത് വേറെ ആരെങ്കിലും അവസാനത്തെ വാക്ക് വീണ്ടും പറയും. അങ്ങനെ പറയുന്നിടത്തേക്ക്, പറഞ്ഞത് തിരുത്തി പറയേണ്ടിടത്തേക്ക്, പറഞ്ഞ വാക്കിന് സ്വീകാര്യത കിട്ടാത്തിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒന്നും വേണ്ട, സുന്നി മാലിന്യ ഫെഡറേഷൻ്റെ പേരിൽ തങ്ങളും ഹുദവിയും തട്ടിക്കൂട്ടിയൊരു പരിപാടി, അതിലേക്ക് സുഹാബി നേതാക്കളെയൊക്കെ കൊണ്ടുവന്ന് പരിപാടി വച്ചപ്പോൾ സദസ്സിൽ നിന്ന് സാധാരണക്കാരായ ആളുകൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? സമസ്തക്ക് കൂട്ടിപ്പിടിക്കാൻ അറിയാത്തത് കൊണ്ടാണ് സമസ്ത CAC-ക്കെതിരെ നിലപാടെടുത്തത്. സമസ്തയെ പിളർക്കാനും ഭിന്നിപ്പിക്കാനും നടക്കുന്ന രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടുന്നവരെ തിരിച്ചറിയാൻ കഴിയാത്തതാണോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ? അത് നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൻ്റെ കൂടെ സമസ്തക്കാർ ഉറച്ചു നിൽക്കും. അതിൽ കോഴി അയലുമ്പ കയറിയ നിലപാട് സ്വീകരിക്കുന്ന അഴകുഴമ്പൻ നിലപാടുകാരെ സമുദായം ചോദ്യം ചെയ്യും. അതാണ് പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ കണ്ടത്. പല നേതാക്കൾക്ക് മുൻപിൽ സാധാരണക്കാരായ സമസ്തയുടെ ഖാദിമ്യങ്ങൾ വിരലുയർത്തേണ്ട സാഹചര്യമുണ്ടായത്. കാസർഗോഡും സമാനമായ അനുഭവം ഉണ്ടായല്ലോ. CAC-യെ ചേർത്ത് പിടിക്കണം എന്നാണ് പറയുന്നത്. CAC-യെ ചേർത്ത് പിടിക്കാൻ വേണ്ടി സമസ്ത സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ച് കൂടെയുള്ളവരോട് തങ്ങളൊന്ന് ചോദിക്കണം. നീണ്ട വർഷങ്ങൾ എഴുത്തുകുത്തുകളും ചർച്ചകളും സമരസപ്പെട്ടു പോകാൻ കഴിയുമോ എന്നുള്ള പ്രയത്നങ്ങളുമൊക്കെ സമസ്തയുടെ ഉലമാഇൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പൂർവികരുടെ സ്വഭാവം അവരൊക്കെ പുലർത്തിപ്പോന്നിട്ടുണ്ട്. ക്ഷമയോടെ അവധാനതയോടെ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എതിർവശത്തുള്ള ആളുകളുടെ ലക്ഷ്യം വേറെയായിരുന്നു. അതുകൊണ്ട് അവർ ഇതിനൊന്നും സമരസപ്പെട്ടു പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ ആ ഭിന്നിപ്പിൻ്റെ വഴിയെ പോയി. അവരെ കൂടിയ ചില ഹതഭാഗ്യവന്മാരുണ്ട്, അവരുടെ കാര്യമാണ്. കാരണം അവർക്കൊക്കെ സമുദായം നൽകിപ്പോന്നിരുന്ന ഉന്നതമായ സ്ഥാനമാനങ്ങൾ, നിലവാരം എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞ് പോകുന്നത് കാണേണ്ട സാഹചര്യം ഉണ്ടല്ലേ. എന്തുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ തിരുത്തി പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ പറഞ്ഞത് വിഴുങ്ങേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ തങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇനി തങ്ങളത് നേരെ തിരുത്തുക, ന്യായീകരിക്കുകയാണ്.
പറഞ്ഞതിൻ്റെ ആശയം വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യം. എന്തുകൊണ്ടാണ്? സമസ്തക്കൊപ്പം അതിൻ്റെ നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ്. ഇത് പറഞ്ഞതിൽ ഖേദമുണ്ട്. മൗലൂദിനെതിരായിട്ട് മുജാഹിദാക്കിയേക്കണ്ട ഐക്യം പറയുന്നതിനെ പേടിയോ വെച്ച് കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുടെ ഒരു വേദിയിൽ ഐക്യത്തോടെ പോകണമെന്ന് പറഞ്ഞത് അത് പിന്നെ അത് മുജാഹിദായിട്ട് ഐക്യാക്കാനാ പറഞ്ഞെന്നും പറഞ്ഞിട്ടാണ് കിൽപ്പത്തിരി ഉണ്ടാക്കിയത്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുജാഹിദായിട്ട് ബന്ധപ്പെടാനോ ഒരു മുജാഹിദിന്റെ വീട്ടിലേക്ക് പോകാനോ ഒരു മുജാഹിദിന്റെ അടുത്ത് സംഭാവന വാങ്ങാനോ അല്ലെങ്കിൽ ഒരു വഹാബിന്യുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരെ ഞാൻ. തങ്ങളങ്ങനെയൊക്കെ ആയിരിക്കും. മുജാഹിദുമായിട്ടോ ബിദഅികളുമായിട്ടോ യാതൊരുവിധ ബന്ധമൊന്നുമില്ലാത്ത ആളായിരിക്കും തങ്ങൾ. പക്ഷെ തങ്ങളുടെ കൂടെയുള്ള ആളുകൾ അങ്ങനെയല്ല. അവരെ കൂടെ മഹല്ല് കമ്മിറ്റിയിൽ ചേർക്കണം, സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘ സംവിധാനങ്ങളിലേക്കൊക്കെ അവരെ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരും അതുവഴി അധികാരം പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ഐക്യം പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടുള്ളത്. തങ്ങളത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത് കൊണ്ടാണ് തങ്ങൾക്കിപ്പോൾ തങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ന്യായീകരിച്ച് അതിന് മറ്റൊരു വ്യാഖ്യാനം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല എന്നെപ്പോലെ ശക്തിയായിട്ട് പ്രസംഗിച്ചവരുണ്ടാവില്ല. വഹാബികളെ കാഫിർ എന്ന് പറയേണ്ട പ്രവർത്തനമാണ് അവരെ ഭാഗത്തുണ്ടാവുന്നത്. പക്ഷെ അത് പിടിക്കാത്തത് പൂർവികന്മാരായ നമ്മുടെ ഇമാമികൾ പറയാത്തത് കൊണ്ടാണ് എന്നുവരെ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഞാൻ ഒരു സ്ഥലത്തെ ഒരു പരിപാടി, അത് വാസ്തവത്തിൽ അങ്ങനെ ആശയാദർശ പ്രസംഗമൊന്നും അല്ല, ഒരു കാലസ്ഥാനാരോഹണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സദസ്സാണ്. ആശയാദർശ പ്രസംഗത്തിൻ്റെ വേദിയാണെങ്കിലും ഖാദി ആരോഹണത്തിൻ്റെയോ തൗലിയത്തിൻ്റെയോ സദസ്സാണെങ്കിലും വേദിയാണെങ്കിലും ഒക്കെ, ഇനി കല്യാണ വീടാണെങ്കിലും ഇനി കലാശക്കൊട്ടാണെങ്കിലും ഒക്കെ സമസ്തക്കാർക്കൊരാശയം ഉണ്ടാകാൻ പാടുള്ളൂ, സമസ്തക്കാർക്കൊരു നിലപാടേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് സമസ്ത പറഞ്ഞ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ അത് ആൾക്കനുസരിച്ച് വേദിക്കനുസരിച്ച് സദസ്സിനനുസരിച്ചൊക്കെ നിലപാട് മാറ്റുമെന്ന് പറഞ്ഞാൽ അതൊന്നും സമസ്തക്കാർക്ക് സ്വീകാര്യമല്ല. സമസ്തക്കാരത് ശീലിച്ചിട്ടില്ല. പൂർവികരായ മഹത്തുക്കൾ അവരെ കണ്ട് ശീലിച്ചവരാണ് പിൽക്കാലക്കാർ. ആ പൂർവിക നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ അടിയുറച്ചു നിൽക്കുന്ന പാരമ്പര്യമാണ്. അത് ഇനിയും തുടരും. എന്നാൽ അതിൽ നിന്ന് വ്യതിചലിച്ച് തീരുമാനം എടുത്ത ആളുകൾ പോലും, തീരുമാനം എടുക്കാൻ കാരണക്കാരായ ആളുകൾ പോലും പക്ഷേ ഒരു പക്ഷേ നിലപാടിൽ നിന്ന് അവർക്ക് വ്യതിയാനം വന്നിട്ടുണ്ടാകും. ഹല്ലി അവരെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ഒറ്റക്കെട്ടായി എടുത്ത 40 അംഗ മുഷാവർ എടുത്ത തീരുമാനത്തിൻ്റെ പുറകിൽ അതിൽ 1, 2, 3 വ്യക്തികൾക്ക് 4, 5 വ്യക്തികൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടോയെന്നുണ്ടെങ്കിൽ അത് ആ അഭിപ്രായ വ്യത്യാസമായിട്ട് അവർക്ക് പോകാം. കൂട്ടമായെടുത്ത തീരുമാനത്തിൻ്റെ മുമ്പിൽ അത് 40 ആളുകൾ അങ്ങനെ ഒരു പണ്ഡിത സഭ ഒരു തെറ്റിൻ്റെ കാര്യത്തിൽ ഒന്നിക്കൂല എന്നുള്ള വിശ്വാസം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ അങ്ങനെ പോകും. കൂടേണ്ടവർക്ക് കൂടാം. കൂടിയാൽ നമ്മുടെ അവസാന വാക്കും ആത്മീയ മുഖമൊക്കെ അവിടെ നിലനിൽക്കും. ഇല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ സമസ്തയുടെ പ്രവർത്തകരുണ്ടാകും.